ജിയാനുവിന്റെ ശരീരത്തിലേക്ക് കയറിയ ഗോകുവിന്റെ ആത്മാവ് ചങ്കു തുളഞ്ഞു കിടക്കുന്നതിനാൽ വളരെയധികം വേദനയിൽ പൂണ്ടുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ എനിക്കെതിരെ തന്നെ നിൽക്കുന്നതെന്നും പറഞ്ഞു ഒന്നും മനസ്സിലാകാതെ ചങ്കിൽ പിടിച്ചുകൊണ്ട് അലറുകയും ഗോകുവിന്റെ ശരീരത്തിൽ കയറിയ ജിയാനുവിന്റെ ആത്മാവ് എന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ബോഡിക്കുള്ളിലെ ആത്മാക്കളെ ഞാൻ പരസ്പരം സ്വിച്ച് ചെയ്തെന്നും ഇനി മുതൽ നിന്റെ ശക്തമായ ബോഡി എനിക്കുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഗീസിന്റെ കയ്യിൽ നിന്ന് എനർജി മീറ്റർ മേടിച്ച് അവന്റെ കണ്ണിൽ വെച്ചുകൊണ്ട് അവിടെ നിന്നും പാറി പറന്ന് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി ഫ്രീസ സാഗയുടെ 4ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. ഗോകുവിന്റെ ശരീരം കരസ്ഥമാക്കിയ ജിയാനു വായു വേഗത്തിൽ ഗെയ്സിനൊപ്പം ഫ്രീസയുടെ താവളം ലക്ഷ്യമാക്കി പുറപ്പെടുമ്പോൾ എന്റെ കുട്ടികൾക്ക് ഇപ്പോൾ എത്ര വലിയ അപകടമാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നും പറഞ്ഞ് നിലയുറപ്പിക്കാൻ പോലും കഴിയാതെ മുറിവേറ്റ ശരീരവുമായി ജിയാനുവിന്റെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ഗോകു അവന്റെ മുറിവിൽ അമർത്തി പിടിച്ചുകൊണ്ട് യാതൊരു രക്ഷയില്ലാതെ അവന്റെ ശരീരത്തെ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ഗുഹാനും ഗ്രില്ലിനുള്ള സ്ഥലത്തേക്ക് അവരെ സത്യം ബോധിപ്പിക്കാനായി പറക്കാൻ ആരംഭിക്കുകയാണ്. അതേസമയം ഫ്രീസയുടെ താവളത്തിന് മുകളിൽ ചെന്നിരുന്ന് അവിടെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന വെജിറ്റ ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെ ഫ്രീസ ഇല്ലെന്ന് തോന്നുന്നു പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പടയാളികളെ ഇഞ്ചിഞ്ചായി വളരെ കൊടൂരമായി കൊന്നുകളയുകയാണ്. സ്റ്റാർഡസ്റ്റ് അറ്റാക്ക് ഉപയോഗിച്ച് എല്ലാവരെയും കൊന്നുകളയുന്ന വെജിറ്റ സാവധാനം ഫ്രീസയുടെ താവളത്തിലേക്ക് പറന്നിറങ്ങുകയും ക്രൂരമായ ഒരു പുഞ്ചിരി തൂവുകയും ചെയ്യുന്നു. അതേസമയം മിന്നൽ വേഗത്തിൽ താവളത്തിലേക്ക് പറന്നു വന്നിട്ടിരിക്കുന്ന ഗീസും ഗിയാനുവും 1,50,000 പവറുള്ള ശരീരമായതിനാലാവാം എനിക്ക് ഇത്രയേറെ വേഗത്തിൽ പറക്കാൻ സാധിക്കുന്നത്, ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നും പറഞ്ഞ് ഗിയാനു വളരെയധികം സന്തോഷിക്കുകയും പക്ഷെ എന്റെ പഴയ മുഖമായിരുന്നു കാണാൻ കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടായിരുന്നു അല്ലേ ഗീസ് എന്നും പറഞ്ഞ് പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഗുഹാനെയും ക്രില്ലിനെ രക്ഷിക്കാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് നെഞ്ചിലുണ്ടായ വളരെ വലിയൊരു മുറിവും പൊത്തിപ്പിടിച്ചുകൊണ്ട് താവളം ലക്ഷ്യമാക്കി ഗോകുവും പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയും ഇനി ഇടത്തോട്ടാണോ പോകേണ്ടത് വലത്തോട്ടാണോ പോകേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നിലതെറ്റി ഗോകു താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പെട്ടെന്ന് അതിലൊരു തവള ചാടി പോവുകയും എനിക്ക് ഈ ശരീരം നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഗോകു വളരെയധികം വിഷമിക്കുകയുമാണ്. അതേസമയം ഫ്രീസയുടെ താവളത്തിനുള്ളിൽ കയറി ചെന്ന വെജിറ്റ അവിടെ മുഴുവൻ തിരയുകയും ഡ്രാഗൺ ബോൾ കാണാതെ വരികയും എവിടെയാണോ ഫ്രീസയും ജിയാനും കൂടെ ഡ്രാഗൺ ബോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പല്ല് കടിക്കുകയും അതോർത്ത് എനിക്ക് വിഷമമില്ല, ആ എർത്തിലിംഗ്സ് ഇപ്പൊ വരും, അവന്മാരുടെ ഇരിക്കുന്ന ഉപകരണം വെച്ച് അവന്മാർ ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കുന്നതാണ്, അതോടനെ ഞാൻ തട്ടിയെടുക്കുമെന്നും പറഞ്ഞ് വളരെ കൊടൂരമായി ചിരിച്ചിരിക്കുകയും ചെയ്യുന്നു. അതിനു മുന്നേ എന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറ്റാമെന്നും പറഞ്ഞ് വെജിറ്റ് പോയി കുളിക്കുകയും പുതിയ കവചങ്ങളെടുത്ത് അണിയാൻ വേണ്ടി തയ്യാറാവുകയും ഗോകു എനിക്ക് വന്ന അമൃതക്കുരു അതിനുള്ളിൽ അമൂല്യമായ എന്തോ ശക്തിയുണ്ട്, അതെന്റെ മുറിവുകൾ ഉണക്കുക മാത്രമല്ല എന്റെ എനർജിയെ മുഴുവനായി റീസ്റ്റോർ ചെയ്തു എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പല്ല് കടിച്ച് ചിരിക്കുകയും ചെയ്യും. അതേസമയം ഡ്രാഗൺ ബോൾ ഇടറുമായി ഗുഹാനും ക്രില്ലിനും അവിടേക്ക് പാഞ്ഞു വരികയും ഡ്രാഗൺ ബോളിന്റെ സിഗ്നൽ കിട്ടുന്ന ഗുഹാൻ നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നും പറഞ്ഞ് തയ്യാറാകുമ്പോൾ പുതിയ കവചമെടുത്ത് അണിഞ്ഞ വെജിറ്റ നീയൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി, തൽക്കാലം എന്റെ പവർ ലെവൽ മറച്ചുകൊണ്ട് ഇവിടെ ഹൈഡ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് നിഗൂഢമായി ചിരിച്ചിരിക്കുകയാണ്. സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറാൻ തയ്യാറാകുന്ന ക്രില്ലിനെ തടഞ്ഞുകൊണ്ട് ഗുഹാൻ ഡ്രാഗൺ ബോളിന്റെ സിഗ്നൽ വരുന്നത് സ്പേസ്ഷിപ്പിനുള്ളിൽ നിന്നല്ല മറ്റൊരു സ്ഥലത്ത് നിന്നാണെന്നും പറഞ്ഞു ജിയാനുവും കൂട്ടരും ഡ്രാഗൺ ബോൾ കുഴിച്ചിട്ട സ്ഥലത്തിന് മുന്നിലേക്ക് ക്രില്ലിനെയും കൂട്ടി ഗുഹാൻ ചെല്ലുകയാണ്. എന്നിട്ട് ഒട്ടും തന്നെ സമയം കളയാതെ ഗുഹാനും ക്രില്ലിനും കൂടി ഓരോരോ ഡ്രാഗൺ ബോൾ കുഴിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. ഇതെല്ലാം സ്പേസ്ഷിപ്പിന്റെ കാലിന്റെ മറവിൽ മറിഞ്ഞു നിന്ന് കാണുന്ന വെജിറ്റ വളരെയധികം ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ഡ്രാഗൺ ബോളും ഗുഹാനും ക്രില്ലിനും കൂടി പുറത്തിട്ടിരുന്ന് കാണുന്ന വെജിറ്റ സമയം കളയാതെ പെട്ടെന്ന് ഷെൻലോങ്ങിനെ വിളിക്കുക, എന്നിട്ടാണ് എനിക്ക് അമരത്വം നേടാനെന്ന് പറഞ്ഞ് പൊട്ടിപ്പൊടിച്ചിരിക്കുകയാണ്. പിക്കലോസാനെയും മരിച്ചുപോയ സുഹൃത്തുക്കളെ എല്ലാം തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഗുഹാനും ക്രില്ലിനും കൂടി വളരെയധികം സന്തോഷത്തോടെ ഭൂമിയിൽ ഷെൻലോങ്ങിനെ വിളിക്കുന്ന പോലെ ഡ്രാഗനെ വെളിയവാ ഞങ്ങൾക്ക് വരം നൽകും എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ അലർന്നുണ്ടെങ്കിലും ആ മന്ത്രവാക്യം ഫലിക്കാതെ വരികയും ഷെൻലോങ് പുറത്തേക്ക് വരികാതിരിക്കുകയും ചെയ്യുന്നു. അത് കാണുന്ന വെജിറ്റയ്ക്ക് വളരെയധികം ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. വളരെയധികം ചിരിച്ചുല്ലസിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ക്രില്ലിനും ഗുഹാനും ചമ്മിനാരെ ചീഞ്ഞളിഞ്ഞ് നിൽക്കുകയാണ്. ഡ്രാഗൺ പോയിട്ട് ഡ്രാഗന്റെ വാല് പോലും പുറത്തു വരുന്നത് കാണാൻ സാധിക്കാത്ത അവർ മിക്കവാറും ഇവിടെ ഡ്രാഗനെ വിളിക്കുന്ന വേറെ ഏതെങ്കിലും മന്ത്രം വെച്ചിട്ടായിരിക്കും, ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അതേസമയം അവിടേക്ക് പുറത്തുനിന്ന് മറ്റാരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ക്രില്ലിനും ഗുഹാനും പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. അവർ 3 പേരും തന്നെ 2 ഈവിലായ 2 ആൾക്കാരുടെ കീഴാണ് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ അവരോട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയെന്നും ചോദിച്ച് ഗുഹാൻ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും രാക്ഷസന്മാരായ 2 പേരുടെ കീഴാണ് സെൻസ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നിൽക്കേണ്ടെന്നും പറഞ്ഞ് ഗുഹാനെ വിളിച്ചുകൊണ്ട് ക്രില്ലിൻ അവിടെ നിന്ന് ഓടി മാറുകയാണ്. മിന്നൽ വേഗത്തിൽ ഗോകുവിന്റെ രൂപത്തിലുള്ള ഗിയാനുവും ഗീസും അവിടേക്ക് വന്നിറങ്ങുകയാണ്. ഡ്രാഗൺ ബോൾ എല്ലാം കുഴിച്ചെടുത്ത് മേലെ ഇട്ടിരിക്കുന്ന കാണുന്ന ഗീസ് ഇവിടെ ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, അവരെങ്ങനെയാണ് ഡ്രാഗൺ ബോൾ കണ്ടുപിടിച്ചെന്ന് ചോദിച്ച് അവർ 2 പേരും അത്ഭുതപ്പെടുകയാണ്. ഗോകുവിന്റെ രൂപത്തിലുള്ള ഗിയാനുവിനെ കാണുന്ന ക്രില്ലിൻ അത് ഗോകു ആണെന്ന് തെറ്റിദ്ധരിക്കുകയും ഹലോ ഗോകു നീ ഇവിടേക്ക് വന്നോ, നീ ആ ജിനുവിനെ തോൽപ്പിച്ചല്ലേ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിനക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന്, അയാളുടെ ആളും നമ്മുടെ കൂടെ ചേർന്നോ, ഇനി നമ്മൾ ഈ ഉറപ്പായിട്ടും ജയിക്കുമെന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ഇതിലും കേൾക്കുന്ന ജിയാനു പല്ല് കടിച്ച് അവനെ നോക്കി നിൽക്കുകയും നീയാണോ ഈ ഡ്രാഗൺ ബോൾ എല്ലാം പുറത്തെടുത്തോ, എങ്ങനെയാണ് ഇത് സാധിച്ചത്, എന്നിട്ട് നിങ്ങൾ ഡ്രാഗനെ വിളിച്ചോ വിഷു നേടിയോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ ഗോകു ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ഈ ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കാൻ ഡ്രാഗൺ ബോൾ റഡാർ ഉണ്ടല്ലോ, അത് വെച്ചാണ് ഞങ്ങൾ കണ്ടെത്തിയത്, ഡ്രാഗനെ വിളിക്കാൻ പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചില്ല, ഇത് ഭൂമിയിലെ പോലെ
പോലെയല്ല, ഇവിടെ വേറെ ഏതോ രീതിയിലുള്ള മന്ത്രവാക്യോട് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു പറഞ്ഞ് ക്രില്യൻ സന്തോഷിക്കുകയും നീ എന്തിനാണ് ഈ കണ്ണിൽ എനർജി മീറ്റർ വെച്ചിരിക്കുന്നതെന്ന് വിചിത്രമായ രീതിയിൽ ഗോകുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. അത് നിനക്ക് അറിയണമെന്ന് വളരെയധികം വിചിത്രമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് ജിയാനു ക്രില്യനെ നോക്കുമ്പോഴേക്കും ഗുഹാൻ വളരെയധികം ഉച്ചത്തിൽ അലറിക്കൊണ്ട് ക്രില്യൻ സാൻ അവിടെ നോടിക്കോ, അതെന്റെ അച്ഛനല്ല എന്നും പറഞ്ഞ് ഉറക്കെ അലറുകയാണ്. ജിയാനുവിനെ കാണുന്ന മാത്രത്തിന് അത് ഗോകു അല്ലെന്ന് വെജിറ്റയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഗുഹാന്റെ അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കിയിട്ട് മുന്നോട്ട് നോക്കുമ്പോഴേക്കും വളരെ ശക്തമായ ഒരു പ്രഹരം ക്രില്ലിലേക്ക് ജിയാനുവിൽ നിന്ന് ഏൽക്കുകയും അവൻ ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ക്രില്ലിൻ തെറിച്ചിൽ നിന്ന് വീടെടുത്ത് ഗുഹാനെ നിൽക്കുന്നത് കാണുന്ന അവന്മാർ അത്ഭുതപ്പെടുകയും ഇവന്മാരിൽ ഒരുത്തം കൂടെ അവിടെ നിൽപ്പുണ്ടല്ലോ, അപ്പൊ ഇവന്മാർക്ക് പവർ ലെവൽ 0 ആയിട്ട് കാണിക്കാൻ സാധിക്കുന്നവരാണ്, എന്തായാലും എത്രയും വേഗം ഇവന്മാരെ തട്ടണമെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. തെറിച്ചു വിടുന്ന ക്രില്ലിൻ ഗോകു നിനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ച് അലറുമ്പോൾ അതെന്റെ അച്ഛൻ ഗോകു അല്ലാന്നും പറഞ്ഞ് ഗുഹാനെ അലർന്ന് കാണുന്ന ജിയാനു ശരിയാണ്, ഞാൻ ഗോകു അല്ല, ഞാൻ ഞങ്ങളുടെ ശരീരം പരസ്പരം കൈമാറ്റം ചെയ്തു എന്നും പറഞ്ഞ് ഉറക്കെ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അത് കേൾക്കുന്ന വെജിറ്റയ്ക്ക് വളരെയധികം ദേഷ്യം വരികയും ക്രില്ലിനും ഗുഹാനും പേടിച്ച് വിറയ്ക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഗിയാനു വളരെയധികം ദേഷ്യത്തിൽ 1,50,000 പവർ ലെവൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഉറക്കെ അലറിക്കൊണ്ട് ഗുഹാനെയും ക്രില്ലിനെയും മാറി മാറി വളരെ കൊടൂരമായ രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പല്ലു അടിച്ചുകൊണ്ട് വെജിറ്റ ഗോകുവിന്റെ ശരീരം ചിലപ്പോൾ അവൻ മോഷ്ടിച്ചിട്ടുണ്ടാവും, പക്ഷേ ഗോകുവിന്റെ ശക്തികൾ അവന് മോഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഗിയാനു ഇപ്പോൾ വളരെയധികം ലോലനായിട്ട് കാണപ്പെടുകയുള്ളൂ എന്നും പറഞ്ഞ് പല്ലു കടിക്കുകയാണ്. അതേസമയം പരിക്കറ്റ ജിയാനുവിന്റെ ശരീരം വെച്ച് വളരെയധികം കഷ്ടപ്പെട്ട് പറന്നു വന്നിട്ടിരിക്കുന്ന ഗോകു എന്റേതല്ലാത്ത ശരീരം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് കീ പോലും സെൻസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയും അപ്പോൾ അവനക്കും അങ്ങനെ തന്നെയായിരിക്കും, എന്റെ ശരീരം വെച്ച് അവനും മാക്സിമം ശക്തി ഉപയോഗിക്കാൻ സാധിക്കില്ലല്ലോ എന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ്. എന്റെ മുഴുവൻ ശക്തിയും കാണിച്ചു തരണമെന്നും പറഞ്ഞ് ജിയാനു ഗൊല്ലിനോടും ഗുഹാനോടും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഗെയ്സിനെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ പിറകിലേക്ക് ഗോകു വന്നെത്തുകയാണ്. ജിയാനുവിന്റെ ശരീരത്തിനുള്ളിൽ കയറിയ ഗോകു ഗുഹാൻ ക്രില്ലിൻ ശ്രദ്ധിച്ചു കേക്ക്, ആ കാണുന്നത് ഞാനല്ല, എന്റെ ശരീരത്തിനുള്ളിൽ കയറിയ ജിയാനു ആണ് എന്നും പറഞ്ഞ് അലറുമ്പോഴേക്കും അപ്പോൾ ഇവൻ പറഞ്ഞല്ല സത്യമായിരുന്നു എന്ന് ചോദിച്ച് ഗുഹാനും ക്രില്ലിനും വളരെയധികം സങ്കടപ്പെടുകയാണ്. എന്നിട്ട് ഗിയാനിന്റെ ഉപയോഗിക്കുന്ന ഗോകു ക്രില്ലിനോടും ഗുഹാനോട് പറയുകയാണ്, അവൻ വളരെ കൊടൂരനായ ശത്രുവാണ്, അവനെ എത്ര വേഗം കൊന്നു കളഞ്ഞേക്ക്, നിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രൂപം കണ്ട് നീ അവനെ വിലയിരുത്തരുത്, നമുക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല, അവനെ പെട്ടെന്ന് ചാമ്പലാക്കണം, കൊന്നു കളഞ്ഞേക്കെന്നും പറഞ്ഞ് ഗുഹാനെയും ക്രില്ലിനെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന ജിയാനു പൊട്ടി ചിരിക്കുകയും 1,50,000 പവറുള്ള എന്നെ കൊല്ലാനാണോ നീയൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്, നടക്കില്ലടാ, നിന്നൊക്കെ ഇപ്പൊ തന്നെ ഞാൻ ചാമ്പലാക്കുന്നു പറഞ്ഞ് ഗിയാനു പൊട്ടി ചിരിക്കുകയാണ്. അത് കേൾക്കുന്ന ഗോകു വളരെയധികം സന്തോഷത്തോടെ പൊട്ടി ചിരിച്ചുകൊണ്ട് നീ വിചാരിക്കുന്നൊന്നും നടക്കാൻ പോകുന്നില്ല, അതെന്റെ ശരീരമാണ്, അതിനുള്ളിൽ എത്രമാത്രം ശക്തിയാണെന്ന് എനിക്കറിയാം, ഞാൻ കായകാൻ ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് അത്രയധികം ശക്തി വർദ്ധിപ്പിക്കാൻ സാധിച്ചത്, നിന്നെ കൊണ്ട് കായകാൻ ഉപയോഗിക്കാൻ പോയിട്ട് അതൊന്നും കാണുവാൻ പോലും സാധിക്കുകയില്ല, മക്കളെ അവനെ എത്രയും വേഗം കൊന്നുകളാന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഗോകു. അതെല്ലാം കേൾക്കുന്ന ജിയാനു നിന്റെ പൊട്ടത്തരം ഒന്നും നടക്കാൻ പോകുന്നില്ലടാ, എന്റെ പവർ ലെവൽ എത്രയാണെന്ന് ഇപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജിയാനു ഗെയ്സിനോട് അവന്റെ പവർ ലെവൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാക്സിമം അവന്റെ പവർ അപ്പ് ചെയ്തുകൊണ്ട് കാണിക്കുകയാണ്. ജിയാനു പവർ അപ്പ് ചെയ്യുമ്പോൾ സൂപ്പർ സൈൻ്റെ പോലെ മഞ്ഞ ഓറയൊക്കെ വരുന്നുണ്ടെങ്കിലും മുഴുവൻ പവർ അപ്പ് ചെയ്തതിനു ശേഷം ഗിയാനുവിന്റെ ശക്തി നോക്കുന്ന ഗീസ് ആവട്ടെ സങ്കോചപ്പെട്ടുകൊണ്ട് അത് 23,000 മാത്രമാണെന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്യും. അത് കേൾക്കുന്ന ജിയാനു പേടിച്ചു വരച്ച് നിന്ന് പോവുകയാണ്. എന്താ വെറും 23,000 ഉള്ളെന്നും പറഞ്ഞ് അവൻ പേടിച്ചു വരയ്ക്കുമ്പോഴേക്കും അതെല്ലാം കാണുന്ന ഗോകു അത് എന്റെ ശരീരമാണ്, ശരീരാത്മാവും തമ്മിൽ സംയോജിപ്പിട്ട് നിന്നാലേ ശക്തിയെല്ലാം വരികയുള്ളൂ, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയ ശക്തിയാണ് അതെല്ലാം, അതിൽ നിനക്ക് സിമ്പിൾ ആയിട്ട് നേടുവാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് വളരെയധികം അരിശപ്പെട്ടുകൊണ്ട് ഗുഹാൻ ക്രില്ലിൻ അവന്റെ ശക്തി കണ്ടില്ലേ, അവന് വെറും 23,000 ഉള്ളൂ, നിങ്ങൾക്ക് അവനെ കൊല്ലാൻ സാധിക്കും, പെട്ടെന്ന് അവനെ കൊന്നേക്കാൻ പറഞ്ഞ് അലറുകയാണ് ഗോകു. അത് ശ്രമിച്ചുടൻ തന്നെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ചാടിക്കൊണ്ട് ക്രില്ലിൻ ഗോകുവിന്റെ രൂപത്തിലുള്ള ഗിയാനുവിനെ അടിച്ച് മറുവശത്തേക്ക് പറത്തുകയാണ്. ഗുഹാന്റെ നേരേക്ക് ഗിയാനു തെറിച്ചു ചെല്ലുമ്പോഴേക്കും ഗോകുവിന്റെ അതേ മുകളിൽ അവനെ കണ്ട് പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ ഗുഹാൻ സ്റ്റക്കായി നിൽക്കുകയും പറഞ്ഞിരുന്ന ഗിയാനു ഗുഹാനെ അടിച്ച് ദൂരേക്ക് പറത്തുകയും ചെയ്യുന്നു. അവനെ ചെന്ന് പിടിക്കുന്ന ക്രില്ലിൻ നിനക്ക് എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ അച്ഛനെ പോലെ ഉണ്ട്, എനിക്കൊന്നും ഉപദ്രവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ സങ്കടപ്പെടുകയാണ്. പക്ഷെ അത് നിന്റെ അച്ഛൻ ഗോകു അല്ല, അത് ഗിയാനു ആണെന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ ക്രില്ലിൻ എത്രയും വേഗം അവനെ കൊന്നു കളഞ്ഞില്ലെങ്കിൽ അവനെ ശരീരമായി അഡാപ്റ്റ് ആവുകയും അവന് വളരെയധികം ശക്തി നേടുകയും ചെയ്യും, പെട്ടെന്ന് അവനെ കൊല്ലണമെന്നും പറഞ്ഞ് വളരെയധികം തയ്യാറെടുപ്പോടെ തയ്യാറാവുകയും ഗോകു ആവട്ടെ പെട്ടെന്ന് അവനെ കൊന്നേക്ക് ഗുഹാൻ ക്രില്ലിൻ എനിക്ക് വേണ്ടി അവനെ കൊല്ലുമെന്നും പറഞ്ഞ് അലറുകയും ചെയ്യുന്നു. അതിനുശേഷം ഗുഹാനും ക്രില്ലിനും ഒരേപോലെ ഗോകുവിന്റെ രൂപത്തിലുള്ള ഗിയാനുവിനോട് പട്ട ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും മാറി അറ്റാക്ക് ചെയ്യുകയും അവനെ തടിച്ച് ദൂരേക്ക് പറത്തുകയും ചെയ്യും. മാരകമായി പരിക്ക് പറ്റുന്ന ഗിയാനു ആവട്ടെ വേറെ നിവൃത്തിയൊന്നുമില്ലെന്ന് കാണുമ്പോൾ ഗീസ് നീ എന്ത് കണ്ട് വായ പൊളിച്ച് നിൽക്കുകയാണ്, നീയും ഫൈറ്റിലേക്ക് വരൂ, നീയും ജോയിൻ ചെയ്യൂ, ഇവന്മാരെ പെട്ടെന്ന് കൊന്നുകളെന്ന് പറഞ്ഞ് വളരെയും ദേഷ്യത്തിൽ അലറുകയാണ്. എന്നാൽ ഫൈറ്റിന് തയ്യാറാകുന്ന ഗീസിന്റെ പുറകിലേക്ക് വെജിറ്റ വന്ന് നിൽക്കുകയും അതിനു മുന്നേ നീ എന്നെ തോൽപ്പിക്കണമെന്നും പറഞ്ഞ് അവനെ വെല്ലുവിളിക്കുകയും ചെയ്യും. വെജിറ്റയുടെ പ്രസൻസ് മനസ്സിലാക്കുന്ന ഗീസ് പേടിച്ച് വിറയ്ക്കുകയാണ്. അവനെ കണ്ട് ഗോകുവും കൂട്ടറും അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. ഗിയാനു പെട്ടെന്ന് മാറി അടിക്കുന്ന ക്രില്ലിന്റെ ദൂരേക്ക് അടിച്ചു പറത്തുകയും എനർജി അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗുഹാനെ കൊല്ലുവാൻ നോക്കുകയും ചെയ്യുന്നു. എനർജി അറ്റാക്ക് ചെന്ന് പതിക്കുന്ന ഗുഹാൻ ഉറക്കല്ലറിക്കൊണ്ട് രണ്ടായി ക്രോസിന് പിടിക്കുകയും ആ ശക്തിനെ തടയുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഗുഹാൻ വളരെയധികം ദേഷ്യത്തോടെ ഇത്ര ലോലമായ ആക്രമണങ്ങൾ എനിക്കെതിരെ പരിക്കുണ്ടാക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവനെ നോക്കി പല്ലു അടിച്ച് തുറച്ചു നോക്കുകയാണ്. 1,50,000 പവറുള്ള ശരീരം എന്തുകൊണ്ടാണ് ഈ ഗുണം ചെയ്യാത്തതെന്ന് പറഞ്ഞ് അവൻ
പല്ല് കടിച്ചുകൊണ്ട് അവരെ നോക്കുകയും അത് കേൾക്കുന്ന ക്രില്ലിൻ കുറച്ചു മുന്നേ ഗോക്ക് പറഞ്ഞു നീ കേട്ടില്ലേ ഇത് അവന്റെ ശരീരമാണ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിനക്ക് അറിയില്ല നിനക്ക് അവന്റെ ശക്തി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് അവനെ നോക്കി കൊടൂരമായ ഭാവത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ മുന്നിൽ സറണ്ടർ ചെയ്തേക്കൂ അല്ലെങ്കിൽ നിന്റെ മരണം ഉറപ്പാണെന്നും പറഞ്ഞ് ക്രില്ലിൻ അവനെ പേടിപ്പിക്കുമ്പോൾ ക്യാപ്റ്റൻ ജിയാനുമായി ഞാൻ സറണ്ടർ ചെയ്യണമെന്നോ എന്ത് വെട്ടിത്തരമാണ് നീ പറയുന്നത് ചോദിച്ചാൽ അവൻ വളരെയധികം ദേഷ്യത്തോടെ മുഴുവൻ ശക്തിയെ സംബന്ധിച്ച് ക്രില്ലിനെ ഗുഹൻ ഇടിച്ചു കൊല്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വെജിറ്റയും ജീസും കൂടി വളരെ മാരകമായ രീതിയിൽ അപ്പുറം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടൂരമായ അവരുടെ യുദ്ധം കാരണം തിരമാലയും സ്ഥലവും യോളങ്ങളെല്ലാം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈറ്റിനിടയിൽ ഗീസ് നീ എങ്ങനെയാണ് നിന്റെ പവർ ലെവൽ ഒളിപ്പിച്ചു വെച്ചത് ഇത്രയും നേരമായിട്ട് നിന്റെ പ്രസൻസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് അത്ഭുതകരമായ രീതിയിൽ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും നിങ്ങളൊക്കെ ജീവിക്കുന്ന എനർജി മീറ്ററിനെ ആശ്രയിച്ചാണ് ഞാൻ ആ ഭൂമിവാസികളെ കണ്ടുപിടിച്ചാണ് ഇതെല്ലാം അവരവരുടെ പവർ ലെവൽ എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത് അത് കണ്ടാണ് ഞാനും പഠിച്ചതെന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ ഗീസിനടിച്ച് കൊല്ലാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന ഗീസിന് ദേഷ്യം വരികയും ഞങ്ങൾ ജിയാനു സ്പെഷ്യൽ കോപ്സ് ലോകത്തിലെ ഏറ്റവും ശക്തരായ ആൾക്കാരെ ചേർത്തുണ്ടാക്കിയതാണ് നിന്നെപ്പോലെ ഒരു കോമാളിക്ക് ഞങ്ങളെ കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വളരെയധികം ശക്തി സമ്പാദിച്ച് വെജിറ്റയുടെ മുഖത്തേക്ക് ഇടി അടിക്കുകയും വെജിറ്റ അല്പം ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ വെജിറ്റ 2-3 നിമിഷത്തിന് സ്റ്റക്കായി നിൽക്കുകയും നിനക്ക് ഞാൻ ഒരു വാണിംഗ് നൽകുകയാണ് നീ മരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി അറിഞ്ഞുകൊണ്ട് മരിക്കടാന്നും പറഞ്ഞ് എന്നോടുള്ള ഭയമാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന നിന്റെ എനർജി മീറ്ററിൽ എന്റെ ശക്തി പവർ ലെവൽ ഇപ്പോഴൊന്ന് നോക്കണമെന്നും പറഞ്ഞ് വെജിറ്റ അലറുമ്പോൾ വെജിറ്റയുടെ പവർ ലെവൽ നോക്കുന്ന ഗീസ് പേടിച്ച് വരണ്ട് പോകുകയാണ്. ഇത് കേടായതാണെന്നും പറഞ്ഞ് ഗീസ് എടുത്ത് പൊടിച്ചു കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കോമാളിയെ നിന്നെ പോലെ ഒരു സായാൻ വംശജന് ഇത്രയധികം ശക്തി ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നും പറഞ്ഞ് അലറി ചോദിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ ആൾക്കാരാണ് സായാൻ വംശജർ എന്റെ ശക്തി ഓരോരോ ഫൈറ്റിന് ശേഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഗോകുവിനും എനിക്കും ശക്തി കൂടുതൽ സമ്പാദിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കുന്നതെന്നും പറഞ്ഞ് വളരെ ഉച്ചത്തിൽ അട്ടഹസിക്കുകയാണ്. പക്ഷെ എന്റെ ഇപ്പോൾ ശക്തി അങ്ങനെ ചെറിയൊരു വർധനവ് മാത്രമല്ല അതിന് കാരണം ഞാൻ സൂപ്പർ സയനായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ സയനായി ഉടനെ തന്നെ ഞാൻ മാറുന്നതാണെന്നും പറഞ്ഞ് വെജിറ്റ് വളരെ ഉച്ചത്തിൽ അലറുകയാണ്. അത് കേൾക്കുന്ന ഗീസ് പേടിച്ചു വരേണ്ട സ്തംഭിച്ചു നിൽക്കുമ്പോഴേക്കും കാക്കറോട്ടി ചിലപ്പോൾ ലോലഹൃദയനായ പ്യൂർ ഹാർട്ട് ആയിരിക്കും പക്ഷെ ഞാൻ അവനെ പോലല്ല ഞാൻ വളരെ ഹാർഡ് ഹൃദയനാണ് എനിക്ക് ഉറപ്പായും മൈറ്റിയസ് വാരിയറിനെ പോലെ സയൻ വംശജനാണ് ഞാൻ സൂപ്പർ സയനായി മാറുമെന്നും പറഞ്ഞ് വളരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് വെജിറ്റ ഗീസ് അവനെ നേരെ അയക്കുന്ന മാരകമായ എനർജി അറ്റാക്കുകൾ അതിജീവിച്ചുകൊണ്ട് അവന് മുന്നിലേക്ക് കടന്നു വരികയും അവന്റെ മുഖത്ത് ആഞ്ഞൊരു ഇടി അടിക്കുകയും ചെയ്യും. തുടർന്ന് മാരകമായ പ്രഹരങ്ങൾ ഗീസിനെ ഏൽപ്പിച്ചുകൊണ്ട് വെജിറ്റ അവനെ അവശനാക്കി മാറ്റുകയും അവന്റെ തലയുടെ മുന്നിൽ കൈവച്ചുകൊണ്ട് അട്ടഹസിച്ചിരിക്കുമ്പോൾ എന്നെ വെറുതെ വിടണമെന്നും പറഞ്ഞ് ഗീസ് അവന്റെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗവനിക്കാതെ മാരകമായ എനർജി ശക്തി പുറത്തേക്ക് എടുത്തുകൊണ്ട് ഗീസിനെ കരിച്ച് ചാമ്പലാക്കി കളയുകയാണ്. അതിന്റെ മാരകമായ പ്രഭാവം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗിയാനുവും ഗോകുവും ക്രില്യനും ഗുഹാനും എല്ലാവരും സ്തംഭിച്ചു നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ളതിൽ ഏറ്റവും ശക്തമായി മാറിക്കഴിഞ്ഞ വെജിറ്റയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി നമസ്കാരം വന്ദനം ബൈ.